Hi all, welcome back. KTUവിന്റെ ഫസ്റ്റ് ഇയറിന്റെ ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ തേർഡ് മൊഡ്യൂളിലെ തേർഡ് ലെക്ചർ സീരീസ് ആണ്. ദാറ്റ് ഈസ് AC സർക്യൂട്ട് കണ്ടെയ്നിങ് പ്യുവർ കപ്പാസിറ്റൻസ് ഓൺലി. Circuit containing capacitance only. Now, first of all, we need to discuss about the property of the capacitor. When an alternating voltage is applied across the plates of a capacitor, the capacitor is charged in one direction and then in another direction. That is, during positive half cycle, the capacitor will charge to one direction, and in the negative half cycle, the capacitor will charge in the another direction. That is, when voltage reverses, this charging will reverses. Okay, the result is that, what will be the result? The electrons move to and fro around the circuit. Electrons move to and fro around the circuit. That is connecting plates, thus constituting alternating current. അപ്പോൾ ഒരു കപ്പാസിറ്ററിന് അക്രോസ് ആൾട്ടർനേറ്റീവ് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇതിൻ്റെ വോൾട്ടേജിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നെഗറ്റീവ് സൈക്കിളിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഓപ്പോസിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് എന്ത് ചെയ്യും, ഇത് ചാർജ് ചെയ്യും. ആ ചാർജ് ചെയ്യുന്ന കാരണം കൊണ്ട് എന്ത് ചെയ്യും, ഈ സർക്യൂട്ടിൽ കപ്പാസിറ്ററിന് അക്രോസ് ഒരു എന്ത് ചെയ്യും, ഈ സർക്യൂട്ടിൽ നമുക്കൊരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ത് ചെയ്യും, ഫ്ലോ ചെയ്യും. അത് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതാം. ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് എഴുതി വെച്ചത്. നൗ വി ആർ ഗോയിങ് ടു ദ അനാലിസിസ് ഓഫ് ദ AC സർക്യൂട്ട് കണ്ടെയ്നിങ് കപ്പാസിറ്റൻസ് ഓൺലി. നൗ കൺസിഡർ ആൻ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഈസ് അപ്ലൈഡ് ടു എ കപ്പാസിറ്റർ ഓഫ് C farad. Okay, let the equation be V is equal to Vm sin omega t. As a result of this alternating voltage, when we apply an alternating voltage here, an alternating current will flow through the circuit. Okay, അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൺസിഡർ an alternating voltage applied to a capacitor of a capacitance C farad as shown in the figure. Let the equation of the applied alternating voltage B എന്താണ്, V is equal to സ്മോൾ v എന്നുള്ളതുകൊണ്ട് അങ്ങനെ എഴുതണം കേട്ടോ, Vm sin omega t. Let it be the ഫസ്റ്റ് ഇക്വേഷൻ. നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ. ഇനി എന്താണ്, ഒരു വോൾട്ടേജ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ, ആൻ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് വിൽ ഫ്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് എഴുതാം, as a result, what will happen as a result of this alternating voltage, what will happen, an alternating current will flow. An alternating current will flow through the circuit. Now let at any instant current be I be the current. Okay, let at any instant I be the current. പിന്നെ എന്താണ്, Q be the charge on the plates. I be the current and Q be the charge on the plates. Therefore, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ചാർജ് ഓൺ കപ്പാസിറ്റർ, ചാർജ് ഓൺ കപ്പാസിറ്റർ എന്താണ്, Q is equal to capital C into small v അല്ലേ, ഓർ Q is equal to, ഈ സ്മോൾ v എന്താണ് നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ട് അല്ലേ, C into Vm sin omega t.
Therefore, what will be circuit current? എന്തായിരിക്കും സർക്യൂട്ട് കറണ്ട് ഐ ഈസ് ഈക്വൽ ടു എന്താണ് ഐ എന്താണോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഡെറിവേറ്റീവ് ഡി ബൈ ഡി ടി ഓഫ് ക്യൂ. സോ ഇറ്റ് വിൽ ബി ഡി ബൈ ഡി ടി ഓഫ് എന്താണ് ക്യൂ ഇവിടെ എന്താണുള്ളത് സി വി എം സൈൻ ഒമേഗ ടി. Now it will be omega c Vm sin omega t. Derivation condition. Or we can say that what will be cos omega t ആണ് കേട്ടോ. ശ്രദ്ധിച്ചില്ല നമ്മൾ സൈൻ ഒമേഗ ടിയുടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇറ്റ് വിൽ ബി കോസ് ഒമേഗ ടി ഓർ I is equal to omega c Vm. What will be cos omega t? It will be sin omega t plus pi by 2. This will be an equation. അല്ലെങ്കിൽ അതൊന്നുമില്ല. It will be the സെക്കൻഡ് ഇക്വേഷൻ. അതായത് നമുക്കിവിടെ ഐക്കുള്ള വാല്യൂ ആണ് ഇപ്പോൾ എന്ത് ചെയ്തത് കിട്ടിയത് അല്ലേ. ഇനി ആ ഐയുടെ വാല്യൂ എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് നോക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ ടു 1 ആവുന്ന യൂണിറ്റി ആവുന്ന കണ്ടീഷനിലായിരിക്കും ഐ എന്തായിരിക്കുക മാക്സിമം ഐ. അതിനെ നമ്മൾ എന്ത് പറയും ഇവിടെ മാക്സിമം വോൾട്ടേജിന് വി എം എന്ന് പറയും അല്ലേ, പീക്ക് വാല്യൂ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് ഐ എം. സോ the value of I will be maximum എന്താണ് അത് സാധനം ദാറ്റ് ഈസ് ഐ എം വെൻ എപ്പോഴാണ് സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ ടു ഈസ് യൂണിറ്റി റൈറ്റ്. ഇറ്റ് ഈസ് യൂണിറ്റി ദാറ്റ് ഈസ് ഐ എം ഈസ് ഈക്വൽ ടു എന്തായിരിക്കും സി ഒമേഗ സി വി എം. അപ്പോൾ ഇത് എന്ത് ചെയ്യണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വി നീഡ് ടു സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂ ഒമേഗ സി വി എം ഇൻ ഐ. അപ്പോൾ എന്ത് വരും എന്താ കിട്ടുക ഇതിന് നേരെ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഐ ഈസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ ടു. ദിസ് വിൽ ബി ദ തേർഡ് ഇക്വേഷൻ. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ ഇൻഡക്ടറിൻ്റെ കേസിലാണെങ്കിൽ ഐ ഈസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു വരുന്നു. അവിടെ നമ്മൾ എന്താ പറഞ്ഞത് കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് വി ബൈ 90 ഡിഗ്രി ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും അത് ഏത് കേസായിരുന്നു ഒമേഗ ടി മൈനസ് പൈ ബൈ ടു എന്നുള്ള കേസായിരുന്നു അല്ലേ. അപ്പോൾ ഒമേഗ ടി പ്ലസ് പൈ ബൈ ടു എന്നുള്ള കേസ് വരുമ്പോൾ എന്താണ് കറണ്ട് ലീഡ്സ്. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ കറണ്ട് ലീഡ്സ് തെറ്റത് കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ് ബൈ 90 ഡിഗ്രി എന്ന് പറയും. സോ നൗ വി ആർ മൂവിങ് ടു വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫേസ് ആംഗിൾ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഭയങ്കര സൗണ്ട് ഉണ്ടായതുകൊണ്ട് ആണ് ഞാൻ രാവിലെ ഇന്നിപ്പോൾ കുട്ടികൾ കുറച്ച് പേര് എന്നോട് പറഞ്ഞു വേഗം ക്ലാസ് ഇടണം എന്നാണുകൊണ്ട് ഞാൻ ഇത് ചെയ്ത് റെക്കോർഡ് ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പുറത്ത് ഭയങ്കര ഒച്ചപ്പാടുണ്ടായതുകൊണ്ട് ഇപ്പോൾ നമ്മളൊരു 4 മണിക്ക് റെക്കോർഡ് ചെയ്യാൻ വിചാരിച്ചു. ഇപ്പോഴാണെങ്കിൽ നല്ല മഴയുടെ സൗണ്ട് ഉണ്ട്. ഓക്കെ, എനിവേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ സബ് ടോപ്പിക് ദാറ്റ് ഈസ് ഫേസ് ആംഗിൾ. ഫ്രം ദിസ് ഫിഗർ ഫ്രം ദ ഇക്വേഷൻസ് 1 and 2 ഏതൊക്കെയാണ്
വി ഈസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടിയും ഐ ഈസ് ഈക്വൽ ടു ജസ്റ്റ് എഴുതിക്കാൻ വി ഈസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി അല്ലേ. ഓക്കെ, ദെൻ വി ഈസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. സെക്കൻഡ് വൺ ഇത് ഐ ഈസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ ടു അല്ലേ. ഈ ഇക്വേഷൻ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും, എന്താണ്? ഫ്രം ദി ഇക്വേഷൻ ദ കറൻറ്റ് ലീഡ്സ് ദ വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. അപ്പോൾ അത് ശ്രദ്ധിക്കണം, കറൻറ്റ് ലീഡ്സ് ദ വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. അപ്പോൾ അത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യണം നോക്കുക. അപ്പോൾ എന്താണ്? കറണ്ട് എത്തിയിട്ട് 90 ഡിഗ്രി കഴിഞ്ഞിട്ട് ആരെത്തുള്ളൂ? വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ എത്തുള്ളൂ. അല്ലെങ്കിൽ ഈ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്ററും വി ഈസിക്കൽ വി എം സി, വേറെ ഓമിക് ഡ്രോപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് രണ്ടും എന്താണ്? സെയിം ആണ്. ഈ വിയും വി സിയും എന്താണ്? സെയിം ആണ്. ഓക്കെ, നൗ ഹെൻസ് ഇൻ എ പ്യുവർ കപ്പാസിറ്റൻസ് ദ കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. ഇത് എപ്പോഴും ആലോചിച്ച് വെക്കുക. ഇത് കപ്പാസിറ്ററിൻ്റെ കേസിൽ പ്യുവർ കപ്പാസിറ്റർ, പ്യുവർ ഈ ഒരു വാല്യൂ, കാരണം നമുക്ക് ഒരിക്കലും പ്യുവർ കപ്പാസിറ്റൻസ് അല്ല ഓമിക് ഡ്രോപ്പ് ഉണ്ടാവും. അപ്പോൾ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ നോട്ട് ബി 90 ഡിഗ്രി. ബട്ട് ഇൻ എ പ്യുവർ കപ്പാസിറ്റൻസ് എന്താണ്? 90 ഡിഗ്രി എന്ത് ചെയ്യും? ലീഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫേസർ ഡയഗ്രാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ വരച്ചിരിക്കുന്നത്. ഇനി 90 ഡിഗ്രി ലീഡ് ചെയ്യുമ്പോൾ ഇവിടെ നോക്കുക, ദിസ് വിൽ ബി ദ ഈ സോളിഡ് ലൈൻ ആയിട്ടുള്ളതാണ് വി ഈസിക്കൽ വി എം സൈൻ ഒമേഗ ടി ആണ്. അപ്പോൾ സീറോ ആവുന്ന കണ്ടീഷനിൽ എന്തായിരിക്കണം? സീറോ ആവുന്ന കണ്ടീഷനിൽ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ അല്ലെങ്കിൽ വി ഈസിക്കൽ ടു ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ് ബൈ 90 ഡിഗ്രിയാണ്. അപ്പോൾ സീറോ ആകുമ്പോൾ കറണ്ടിന് 90 ഡിഗ്രി എന്തുണ്ടാവണം? വാല്യൂ ഉണ്ടാവണം. അപ്പോൾ ഇവിടെ മാക്സിമം ആകുമ്പോഴത്തേന് ഇവിടെ എന്തായിരിക്കും? സീറോ ഉണ്ടാവും. ഇവിടെ സീറോയിലേക്ക് വരുമ്പോഴത്തേനും ഇവിടെ -90 ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ വാല്യൂ എങ്ങനെയാണ്? ഇങ്ങനെ വന്നു. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ വേവ് ഫോം വരക്കുന്നത്. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. അപ്പോൾ ഞാൻ ഒരു പണി ചെയ്യാം, കുറച്ചും എഴുതി വെക്കാം, എന്നിട്ട് ഇതേപോലെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നൗ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. കപ്പാസിറ്റൻസ് നോട്ട് ഓൺലി കോസസ് ദ വോൾട്ടേജ് ടു ലാഗ് ബിഹൈൻഡ് കറണ്ട്. അതായത് നമ്മൾ പറഞ്ഞു രണ്ട് രീതിയിൽ പറയാം. എന്താണ്? കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ് എന്ന് പറയാം, അല്ലെങ്കിൽ വോൾട്ടേജിനെ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് വെച്ചാൽ വോൾട്ടേജ് ലാഗ്. അപ്പോൾ കപ്പാസിറ്റൻസ് നോട്ട് ഓൺലി കോസസ് ദ വോൾട്ടേജ് ടു ലാഗ് ബിഹൈൻഡ് ദ കറണ്ട്. നമ്മൾ വെറും ലാഗ് ബിഹൈൻഡ് അല്ല, പിന്നെന്താ? ബട്ട് ഇറ്റ് ആൾസോ ലിമിറ്റ്സ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് ഇൻ ദ സർക്യൂട്ട്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് ഇൻ ദ സർക്യൂട്ടും ലിമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് പഠിക്കണം. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് തൊട്ട് മുന്നേ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നൗ വി ഹാവ് എന്താണ്? നമ്മളുടെ വി ഹാവ് ഐ എം ഈസിക്കൽ ടു നമ്മൾ എന്താ പഠിച്ച്? ഇറ്റ് ഈസ് ഒമേഗ സി വി എം അല്ലേ. ഓ വി ക്യാൻ സേ ദാറ്റ് വി എം ബൈ ഐ എം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് 1/ωc. നൗ നമ്മൾ കൺസിഡർ ചെയ്യാണ് വി സിയും ഐയും ഒക്കെ സെയിം വാല്യൂ ആണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ എന്തെഴുതാം? അതായത് വി ഈസിക്കൽ വി സി ഒക്കെ എഴുതുന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം എന്ത്? വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് വി എം ഐ എം ഈസിക്കൽ ടു വി സി ബൈ ഐ ഈസിക്കൽ ടു 1/ωc. അപ്പോൾ ഇവിടെ നമ്മൾ നോട്ട് ചെയ്തൊക്കെ ഇഫ് വി സി ആൻഡ് ഐ ആർ ദ RMS വാല്യൂസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ എഴുതാൻ പറ്റും. ദെൻ നമുക്ക് ഈ കാര്യങ്ങൾ എഴുതാൻ പറ്റും. ഓർ അതേപോലെ നമുക്ക് വി ഈസിക്കൽ ടു വി സി ആണെന്നുള്ളതും എന്തുണ്ടാവണം? ഓർമ്മയിൽ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി എം ബൈ ഐ എം ഈസിക്കൽ ടു നമുക്ക് എന്താ പറയാൻ പറ്റും? ഇറ്റ് ഈസ് വി സി ബൈ ഐ ഓർ വി ബൈ ഐ ഈസിക്കൽ ടു 1/ωc. Now we can say that here the opposition offered by the capacitance ആണ് എന്ത് ചെയ്യുന്നത്? 1/ωc എന്ന് പറയുന്നത്. അപ്പോൾ 1/ωc-നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് വിളിക്കുന്നത്. നേരത്തെ നമ്മൾ എഴുതുമ്പോൾ എന്തായിരുന്നു? വി ബൈ ഐ ഇൻ ദ ഇൻഡക്ടർ കേസിൽ ഇറ്റ് ഈസ് ഒമേഗ എൽ ആയിരുന്നു. അപ്പോൾ ഇവിടെ ഈ ഒമേഗ എന്നുള്ളതിന് എന്ത് ചെയ്യാം? 2πf എന്ന് എഴുതാം. അതുപോലെ എല്ലിന് നമ്മൾ ആ എല്ലിട്ടു. അതേപോലെ ഇവിടെ എഴുതാം അല്ലേ. അപ്പോൾ അത് എഴുതാം. 1 സെക്കൻഡ്. അതിൻ്റെ മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞ ഹിയർ ദ ഒപ്പോസിഷൻ എന്നല്ലേ, അതും കൂടി ഒന്ന് എഴുതി വെച്ചാൽ. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പറയണം. എന്ത്?
Here the opposition offered by the capacitance to current flow is 1 by omega c. അല്ലേ, opposition വരുന്നതാണ് 1 by omega c. The quantity 1 by omega c is called the capacitive reactance xc of the capacitor and it is measured in ohms. So we can say that എന്താണ്, so എന്താ പറയുക, I is equal to വി സി ഓർ വി എന്ന് എഴുതാം കേട്ടോ, വി സി ബൈ എക്സ് സി, വേർ എന്താണ് എക്സ് സി ഈസ് ഈക്വൽ ടു 1 ബൈ ഒമേഗ സി. വാട്ട് ഈസ് ഒമേഗ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 1 ബൈ 2 പൈ എഫ്, അതായത് ഒമേഗനെ 2 പൈ എഫ് ഇട്ടു, പിന്നെന്താണ് ഇൻറ്റു സി ഇട്ടു. അപ്പോൾ ഇൻഡക്റ്റീവ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് പറഞ്ഞാൽ ഇതാണ് എക്സ് സി ഈസ് ഈക്വൽ ടു 1 ബൈ ഒമേഗ സി ആണ് എന്ത്, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പോകുന്നത്, പവർ അല്ലേ, പവർ നേരത്തെ പോലെ പവറും അതിൻ്റെ പവർ കർവും നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നേരത്തെ പോലെ തന്നെ ഇൻസ്റ്റൻറ്റനിയസ് പവർ സ്മോൾ പി ഈക്വൽ ടു വി ഇൻറ്റു ഐ എന്ന് എഴുതി. അപ്പോൾ ഈ സ്മോൾ വി എന്താണ്, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് വി എം സൈൻ ഒമേഗ ടി, പിന്നെന്താണ് ഇൻറ്റു ഐ എന്തായിരുന്നു, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഐ എം സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2, റൈറ്റ്? ഓർ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് എന്താണ് വി എം ഐ എം ഇതാക്കി. അതുപോലെ സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 നമുക്ക് എന്ത് എഴുതാം, കോസ് ഒമേഗ ടി എഴുതാം. അപ്പോൾ വി എം ഐ എം സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി എന്ന് എഴുതാം. ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് വി എം ഐ എം ബൈ 2 സൈൻ 2 ഒമേഗ ടി എന്ന് എഴുതാം. ഓക്കെ, സ്മോൾ പി ആണ്. ഇതാണ് ഇൻസ്റ്റൻറ്റനിയസ് പവർ. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ഏവറേജ് പവർ അല്ലേ. ഏവറേജ് പവർ ക്യാപിറ്റൽ പി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ആവറേജ് ഓഫ് പവർ ഓൺ വൺ സൈക്കിൾ അല്ലേ. ഏവറേജ് പവർ ഓവർ ഓണല്ല, ഓവർ വൺ സൈക്കിൾ. അപ്പോൾ എന്താണ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് വി എം ഐ എം ബൈ 2 അല്ലേ, വി എം ഐ എം ബൈ 2 സൈൻ 2 ഒമേഗ ടി ആണ്. അപ്പോൾ ഇതിൻ്റെ ആവറേജ് പവർ എന്താണ്, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 1 ബൈ 2 പൈ ഇൻ്റഗ്രൽ ഫ്രം 0 ടു ഏതുവരെയാണുള്ളത് 2 പൈ. നമ്മൾ ആവറേജ് കാണുന്ന ഇക്വേഷൻ കേട്ടോ, 1 ബൈ 2 പൈ ഫ്രം എത്ര ടു എത്ര ഇൻറ്റു ആ വാല്യൂ ഇൻറ്റു ഡി ഒമേഗ ടി. ഇറ്റ് വിൽ ബി 0 ആസ് ഇൻ ദ ഇൻഡക്ടർ. സോ നമുക്ക് പവർ നമുക്ക് പറയാൻ പറ്റും, ഹെൻസ് ദ ആവറേജ് പവർ അബ്സോർബ്ഡ് ഇൻ എ പ്യുവർ കപ്പാസിറ്റൻസ് എന്താണെന്ന് പറയാൻ പറ്റും, 0 ആണെന്ന് പറയാൻ പറ്റും. നെക്സ്റ്റ് തിങ് പവർ കർവ്. അപ്പോൾ നമ്മൾ നേരത്തെ ഹെൻസ് ദ പവർ അബ്സോർബ്ഡ് ഇൻ എ പ്യുവർ കപ്പാസിറ്റൻസ് 0 എന്ന് ജസ്റ്റ് എഴുതിച്ചു. ദിസ് ഈസ് ദ പവർ കർവ്. ദ ഫിഗർ ഷോസ് ദ പവർ കർവ് ഓഫ് എ പ്യുവർ കപ്പാസിറ്റർ. ഓക്കെ, ഫ്രം ദ സർക്യൂട്ട് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദ പോസിറ്റീവ് പവർ എപ്പോഴാണ് ഒക്കർ ചെയ്യുക, പോസിറ്റീവ് പവർ എപ്പോഴാണ് ഒക്കർ ചെയ്യുക, കറൻറ്റും വോൾട്ടേജും പോസിറ്റീവായിട്ട് നിൽക്കുമ്പോൾ പോസിറ്റീവ് വരും, കറൻറ്റ് അല്ലെങ്കിൽ വോൾട്ടേജ് ഏതെങ്കിലും ഒന്ന് നെഗറ്റീവ് ആകുമ്പോൾ എന്തായി നെഗറ്റീവ്. അപ്പോൾ നമുക്ക് ഇവിടെ പറയാം ഈക്വൽ ആയിട്ടുള്ളൊരു പോസിറ്റീവ് സെക്ഷനുണ്ട്, ഈക്വൽ ആയിട്ടുള്ള നെഗറ്റീവ് പവറുണ്ട്. അപ്പോൾ ഇത് എന്താണ് പറയുക, ആവറേജ് എടുക്കുമ്പോൾ എന്തായാലും രണ്ടും ക്യാൻസലായിട്ട് എന്തായി പോകും, 0 ആയിട്ട് പോകും. ബട്ട് അത് നമ്മൾ ആവറേജ് എടുക്കുമ്പോഴാണ്. പക്ഷേ ഓരോ ഇൻസ്റ്റൻറ്റിലും നമുക്ക് എന്തുണ്ട്, പവർ കപ്പാസിറ്ററിൽ ഉണ്ട്. പക്ഷേ ആവറേജ് പവർ എന്തായിരിക്കും, എപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ ആവറേജ് പവർ അക്രോസ് ഇൻഡക്ടർ കപ്പാസിറ്റർ ഒക്കെ എന്താണ് 0 ആണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് റെസിസ്റ്റർ ഇറ്റ് ഈസ് നോട്ട്, ആവറേജ് പവർ എന്താണ് 0 അല്ല. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ് ജസ്റ്റ് ഞാൻ നോട്ട് ഡൗൺ ചെയ്ത് തരാം. ഞാനപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾ ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മളിതിൻ്റെ ബേസിക്, നമ്മൾ ഈ 3rd മൊഡ്യൂളിൻ്റെ നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്യണ അതിൻ്റെ ബേസിക്കുകളാണ് പഠിച്ച്. ഇനി ഇത് വെച്ചിട്ടാണ് ഇതിൻ്റെ മുകളിലാണ് ബിൽഡപ്പ് ചെയ്യുക. അപ്പോൾ ഈ 3 വീഡിയോസും തൊട്ട് മുന്നുള്ളത് 6 L C, അതായത് റെസിസ്റ്ററിന് അക്രോസ് കപ്പാസിറ്റർ ഓൾട്ടർനേറ്റീവ് വോൾട്ടേജ് കൊടുത്താൽ എന്താ ഉണ്ടാവുക, അതുപോലെ പിന്നെ ഇൻഡക്ടറിന് അക്രോസ് ആൾട്ടർനേറ്റീവ് വോൾട്ടേജ് കൊടുത്താൽ എന്താ ഉണ്ടാവുക,
അതുപോലെ കപ്പാസിറ്ററിന് അക്രോസ് ആൾട്ടർനേറ്റീവ് വോൾട്ടേജ് കൊടുത്താൽ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തായിരിക്കും, ഇതൊക്കെ ഒന്ന് പഠിച്ചാൽ മാത്രമേ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാൻ പറ്റുള്ളൂ. സോ അടുത്ത ടോപ്പിക്ക് നമ്മൾ അടുത്ത ക്ലാസ് ചെയ്യും. താങ്ക് യു.